നമ്മൾ രാധാനഗർ ബീച്ചിലെത്തിയിരിക്കുകയാണ്. ഇത് ചുമ്മാ ബീച്ചാണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ കട്ട ബീച്ച്. ബീച്ച് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞ് കുറച്ച് പേര് നിൽപ്പുണ്ട്. രാധാനഗർ ബീച്ച്, ബ്ലൂ ഫ്ലാഗ്സ് സർട്ടിഫൈഡ് ബീച്ച്. അടിപൊളി. കൊച്ചു വീണ്ടും ഉറങ്ങിയല്ലോ. നമ്മുടെ ബീച്ച് ഇറങ്ങുന്ന ഡ്രസ്സ് ഇന്ന് ഇറങ്ങിയിട്ട് തന്നെ ബാക്കി കാര്യം അല്ലേ? ഇറങ്ങൂലേ? ഇറങ്ങും. ഈ എൻ്റെ ആളിയാ ചെറിയൊരു സംഭവം കാണിച്ചത്. മാരക ഫോട്ടോഗ്രാഫിയുടെ ഉച്ചയ്ക്ക് വേണ്ട ടൈപ്പ്. അതായത് വീണ്ടും മാംഗ്രൂവ്സൊക്കെ ചുമ്മാ നല്ല എൻട്രി അല്ലേ? ഓക്കെ, നമ്മൾ കുറച്ച് നേരത്തെ പോയി തോന്നുന്നു. സൺസെറ്റ് പോയിട്ട് നല്ല സണ്ണ് മുകളിൽ തന്നെ ഉണ്ട്. ഈശ്വര, എൻ്റെ അമ്മേ, വെറുതെ അല്ല കേട്ടോ. നോക്കി എന്നാ മണ്ണത്. ഒരു തിരക്ക. റൈറ്റ് സൈഡിലോട്ട് അധികം ആരില്ല. പിന്നെ അവിടെ പോയി നമുക്ക് കുറച്ചൊരു സ്പെൻഡ് ചെയ്യാം. എന്തായാലും ഇറങ്ങാതിരിക്കാൻ പറ്റില്ല. ഇന്ന് നമ്മുടെ കൂടെ ആൾക്കാരുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ സറൗണ്ടിങ്സാണ് ഒരു ബീച്ചിൻ്റെ ഒരു ഭംഗി. എല്ലാവരും നല്ല സൺടാനൊക്കെ അടിച്ച് കിടക്കുകയാണ്. ഇതൊരു റേഞ്ച് നമുക്ക് നടക്കാനുണ്ട്. എല്ലാവരും അവരുടെ ലോകത്ത്. ശിവലിംഗോ എന്തുണ്ടാകുന്ന പിള്ളേർ 4 വയസ്സ് വരെ പിന്നെ അല്ല അർമാദം. സായിപ്പന്മാരൊക്കെ ഉണ്ട് ഒരുപാട്. പക്ഷെ ഒന്നും കൂടി എനിക്ക് ക്ലിയർ വെള്ളമായിട്ട് തോന്നിയത് കാലാപത്രാണ്. ഓക്കെ, ക്ലിയർ വെള്ളം. കുറച്ചുകൂടി നല്ല ബീച്ച് ഇതാണ് കുളിക്കാൻ. പക്ഷേ ഇത്ര ഏരിയ ഉണ്ട്, ഫുള്ള് കുളിക്കാം. ഒരൊറ്റ പാറ പോലും ഇല്ല, ചുമ്മാ കുളിക്കാം. പിള്ളേർ ഓരോ ഇതില്ലാണ്ട് ചാടുവാണ് സുഖമായിട്ട്. അവിടെ ചെറിയൊരു ബാലൻസ്, ഒരു ബൗണ്ടറി പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് പോകരുതെന്നായിരിക്കും, അല്ലെങ്കിൽ അവിടം വരെയാണ് 6 ഫീറ്റ് ഹൈറ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുള്ളൂ. ഫുൾ സ്വിം സ്യൂട്ടൊക്കെ എടുത്തിരിക്കും വന്നിരിക്കുക വെച്ച്. സൂപ്പർ വിജളിയാ.
നമ്മളിപ്പോൾ റൈറ്റിലോട്ടാണ് കിടക്കുന്നത്. എന്നാ വലിയ ബീച്ചടേ, നോക്കാം. എല്ലാവരും പ്രൈവറ്റ് ഫോട്ടോഗ്രാഫേഴ്സിനൊക്കെ വെച്ച് എടുക്കുന്നുണ്ട്. ശരിക്കും ഇതൊരു നല്ലൊരു ഹണിമൂൺ ഡെസ്റ്റിനേഷനാണ്. ഇതാണ് ഹാവ്ലോക്കിലെ മെയിൻ ലൊക്കേഷൻ. സായിപ്പ് മദാമയൊക്കെ എൻ്റെ അമ്മ സായിപ്പ് ഒരു 7 അടിയുണ്ട്. എമ്മട്ട സൈസ് മാറി കിടക്കാം. ഈ എൻ്റെ മോനെ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് തോന്നുന്നു. നടന്ന് കോർബിൻസ് കോവ് അല്ലല്ലോ, നീൽസ് കോവ്. കറക്റ്റ്, അതാണ് നീൽസ് കോവ്. ഇവിടെയാണ് പണ്ടൊരു മദാമേനെ മുതലോടിച്ച്. ന്യൂസ് എടുത്ത് നോക്കിയാൽ അറിയാം. രാധാനഗർ ബീച്ചിൽ നിന്ന് ഒരു 200 മീറ്റർ റൈറ്റ്. ഇതെവിടെയോ വായിച്ചാണ് കേട്ടോ, എനിക്കറിയില്ല. മുതലാന്ന് കണ്ടാൽ നമ്മൾ ഉടനെ വായിക്കും എൻ്റെ പാനലിൽ. കാരണം റിസ്ക്കാണ്, റിസ്ക്. അപ്പോൾ നീൽസ് കോവിൻ്റെ അങ്ങോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. എനിക്ക് തോന്നുന്നു നീൽസ് കോവ് ആ പാറകൾ കണ്ട അവിടെ ഇരിക്കണം നീൽസ് കോവ്. കൺസിസ്റ്റൻറ്റ് ഫോറസ്റ്റ്. ഇത് ബെയർഫുട്ടിൻ്റെ റിസോർട്ട്സാണ്. യെസ്, ഇതായിരിക്കണം. നോക്കണം. അതെ ഏതോ റിസോർട്ട്സാണ്. കട്ട കൊള്ളാം. ഓ, അവരുടെ ബീച്ചാണ് മോനെ. അപ്പോൾ ബീച്ച് ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ മദാമയൊക്കെ ഇവർ അവിടെ നിന്നായിരിക്കണം. എൻ്റെ വേവ്സ് കൂടുന്നുണ്ടല്ലോ. ഇതിൻ്റെ ഉള്ളിലോട്ട് പോകാൻ എനിക്കൊരു ഭയമില്ലാതെ ഇല്ല. പക്ഷെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഗ്യാപ്പുണ്ട് കണ്ടോ. ഇതിൻ്റെ ഉള്ളിലൊന്ന് കയറി നോക്കല്ല, മുതലേ കാണുമോ നോക്കട്ടെ. എൻ്റെ തീമിൻ്റെ ഉള്ള മരങ്ങൾ കണ്ടോ. ഒന്ന് കയറാണ്ട് എങ്ങനെ വരിക അല്ലേ. എൻ്റെ മോനെ, ഇതെന്താ ഐറ്റം. ഞാൻ ബാഗ് ഇട്ട് കൊടുക്കൂട്ടാ മുതലുണ്ടെങ്കിൽ. പാമ്പ് എല്ലാം കാണൂടെ. ഇതിൻ്റെ അകത്തൂടെ റൂട്ടുണ്ട. അത് ശരി, ഇതിൻ്റെ അകത്തുകൂടി വഴിയുണ്ട് കേട്ടാ. അമ്മേ, വാവ്, എന്തായാലും നോക്കി മരങ്ങൾ നോക്കി. നോക്കി ഇവിടെ നടന്നാലോ, എവിടം വരെ എത്തും നോക്കാം. Does this go to some resort? Does this go to some resort or something? Yes. Which one is that? Barefoot, okay. There's another one. Is it a private property in there? No, it's all. It's just walking now? And leads Thank you. all the way to the shops and the main road. Yeah, this goes straight away there. All the way. Yeah. Yeah, thanks. See you. Have a good day. ഇതിനകത്ത് കയറിയില്ലായിരുന്നെങ്കിൽ നഷ്ടമായിരുന്നു കേട്ടോ. എൻ്റെ മോനതെ പുള്ളി അവിടെ ഫോട്ടോഗ്രാഫി. അപ്പോൾ അകത്തേക്കും ഉണ്ടാവും ഒരുപാട്. ഇത് മാരക കാടാട്ടോ, സൂപ്പർ. എന്താ സാധനം. എല്ലാവരും ബീച്ചിൽ വന്നിട്ട് പോകും. എൻ്റെ അമ്മേ, ഇതേതാ വഴി. എന്നിട്ട് കേബിളിൻ്റെ എന്തോ, പവർ കേബിളിൻ്റെ എന്തോ പോലെയുണ്ട് ഇവിടെ. ബെയർഫുട്ട് എന്ന് പറഞ്ഞൊരു, ഞാൻ പറഞ്ഞില്ല, അത് തന്നെ സംഭവം. ബെയർഫുട്ട് ഒരു നല്ല, അവിടെ ഒന്നുമില്ല. അവിടുത്തെ സ്പെഷ്യാലിറ്റി തന്നെ അതാണ്. എന്നുവെച്ചാൽ
നിങ്ങൾ വൈഫൈ ഒക്കെ വിട്ട് നിങ്ങൾ വന്നിട്ട് നല്ല കടിച്ച് അവിടെ ഇരിക്കുക. ഇതാണ് അങ്ങനത്തെ ലൈഫ്. ഒന്നുമില്ല അവിടെ. അങ്ങനത്തെ ലൈഫ് ആസ്വദിക്കാൻ ആൾക്കാർ വരും. ഒന്നുമില്ലാത്ത ലൈഫ്. എല്ലാ ഫുൾ വേൾഡിൽ നിന്നും സെപ്പറേറ്റ് അടിച്ച് ഇങ്ങനെ ജീവിക്കാൻ. അങ്ങനെ ജീവിക്കാനും വേണം പൈസ. റോഡൊക്കെ ഉണ്ട് ഇവിടെ. ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ഒന്നും ആയിരിക്കില്ല, പറഞ്ഞ പോലെ ബീച്ചല്ലേ. പക്ഷേ എന്തു മരങ്ങളവിടെ പോയി. ഇത് നമ്മളുള്ളത് രാധാനഗർ ബീച്ചിൽ വന്നിട്ട് റൈറ്റ് അടിച്ചിട്ട് ഒരു 200-300 മീറ്റർ വരുമ്പോഴാണ് ബെയർ ഫുട്ട് എന്ന് പറഞ്ഞൊരു അതിൻ്റെ അടുത്താണ്. ഓക്കെ. പക്ഷേ രാധാനഗർ ബീച്ചിനടുത്ത് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ബെയർ ഫുട്ടിൽ വന്ന് താമസിച്ചാൽ നമ്മളത് നോക്കിയതാണ്. ഒന്നാമത് ഭയങ്കര എക്സ്പെൻസീവാണ്, രണ്ടാമത് അതിനനുസരിച്ച് അടുത്തൊന്നുമില്ല. നമ്മൾ വരുന്നത് വേറെ വല്ല കാര്യങ്ങൾക്കുമാണല്ലോ. പാൻ ചെയ്ത് കാണിച്ചായിരുന്നു ആഗ്രഹമുണ്ട്. ഇതെന്താ സാധനം? എന്നാ വ്യൂ അല്ലേ ഇവിടെയൊക്കെ നടക്കാൻ. ബെയർ ഫുട്ടിൻ്റെ ഇരിക്കണത് കാണുന്നത്. നമുക്കെന്തായാലും Is that road going to Barefoot? Okay. അങ്ങോട്ടാണ് അപ്പോൾ ബെയർഫുട്ട്. പക്ഷേ ഇതൊരു രക്ഷയില്ലാത്ത വഴി കേട്ടോ. ഇതെനിക്ക് ബീച്ചിനെക്കാട്ടും ഇഷ്ടപ്പെട്ടു. ഓക്കെ, ബീച്ചിൽ നമ്മൾ ഇറങ്ങും, ഇല്ലാതില്ല. ഇങ്ങനത്തെ വൃക്ഷങ്ങളൊക്കെ ഉണ്ടോ ഇന്ത്യയിൽ എന്ന് ആലോചിച്ചു. ഇങ്ങനത്തെ വഴികളെ, ഇത്രയും പ്രായമുള്ള വൃക്ഷങ്ങളെല്ലാം കൂടി ഒരുമിച്ച് എല്ലാം. സായിപ്പന്മാർക്ക് അറിയാം എവിടെ സ്റ്റേ അടിക്കണമെന്ന്, മനസ്സിലായി. അവരൊന്നും ലോക്കലായിട്ടുള്ള ഡോൾഫിലൊന്നും അടിക്കില്ല. സെക്ലൂഡഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേ അടിക്കുള്ളൂ. മുമ്പ് കണ്ടൊരു ഇന്ത്യക്കാരൻ്റെ ലുക്ക് ഉണ്ടായിരുന്നെങ്കിലും ആക്ഷൻ കംപ്ലീറ്റ് US ആയിരുന്നു. അപ്പോൾ അവനും പുറത്തായിരിക്കണം. ബീച്ചിൻ്റെ സൗണ്ട് ഇവിടെ നിന്ന് കേൾക്കാം. പക്ഷേ ഇത് കംപ്ലീറ്റ് കാടാണ്. ഒരു കറക്റ്റ് സ്ഥലത്ത് കൊണ്ടുവന്നാണ് റിസോർട്ട് കിട്ടിയിരിക്കുന്നത്. ഇവിടെ വൈൽഡ് കൈൻഡ് ഓഫ് ഏരിയ. അപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇവിടെ പോത്തിനിടയിൽ പാമ്പോ മരം കുത്തിയൊക്കെ ഉണ്ടാവും. ഒന്നും പറയാൻ പറ്റില്ല. എല്ലാം കുറച്ചും കൂടി പ്രൈവറ്റ് ഏരിയ ആയതുകൊണ്ടായിരിക്കണം അധികം വേസ്റ്റൊന്നുമില്ല. നമുക്ക് കാലാപത്രം വെച്ച് നോക്കുമ്പോൾ അവിടുത്തെ വേസ്റ്റ് ഉണ്ടായിരുന്നു, കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. ഇവിടെ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്.
രാധാനഗറാണ് ബെസ്റ്റ് കേട്ടോ. അപ്പോൾ കാലാപ്പത്തൻ്റെ ഉള്ളിലും ഇങ്ങനത്തെ റൂട്ട് ഉണ്ടെന്ന് എനിക്ക് വിശ്വാസമില്ല. ഇതൊക്കെ നോക്കി ചുമ്മാ ബീച്ചിൻ്റെ ഫ്രണ്ടിൽ കൂടെയുള്ള വഴിപ്പാതകളാണ്. ഇതിവിടെ ഇങ്ങനത്തെ മരങ്ങളും വെറുതെ വന്നിരിക്കാം. ഇടയ്ക്ക് ഓരോ പ്ലാസ്റ്റിക് വേസ്റ്റൊക്കെ കിടപ്പുണ്ട്. ദാറ്റ് ഈസ് ഓക്കെ. പക്ഷേ എന്താ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. പാർക്കിംഗ് സ്പേസ് ആണെന്ന് തോന്നുന്നു. ഇതവിടെ എത്തി. ഓ, ഇത് അടുത്ത ലൊക്കേഷൻ. നമ്മളിതുവരെ എത്തിയിട്ടില്ല കേട്ടാ. നമ്മളിതുവരെ ഉള്ളിൽ തന്നെയാണ്. ഇതൊന്നും കൂടി ഇത് കുറച്ചും കൂടി പുറമേ ഉള്ള ഏരിയ ആണ്. ഇവിടെയാണ് സാധാരണക്കാർ വരുന്നത്. മറ്റേടത്തധികം ആൾക്കാർ പോവാറില്ല. ഇതാണ് സാധാരണക്കാർ വരുന്ന ഫോറസ്റ്റ്. കുറച്ചും കൂടി ക്ലിയർഡാണ്. വൈറ്റ് സാൻഡുണ്ട്. ഓക്കെ, പെട്ടെന്ന് ഒരു റെയിൻ ഫോറസ്റ്റിൽ ബീച്ചിലോട്ട് വന്ന അവസ്ഥയില്ലേ? യമണ്ടനല്ലേ? ഇത് പെർഫെക്റ്റ് ടൈമാണ് ചാടാൻ. കണ്ടുപിടിച്ചു ഗൈസ്. എങ്ങനെയുണ്ട് ഗൈസ്? കൊച്ച് ബീച്ചിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊച്ചിൻ്റെ ഡ്രസ്സ് കണ്ട കട്ടക്കലിപ്പ്. അപ്പുറത്തൊരു അമ്മ ഇരിപ്പുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. വാവ്, മാരകം. നീ വാടി, അവിടം വരെ ഉണ്ട്. വാ എടി, വാടി. നീ ഞാനല്ലേ വിളിക്കുന്നപ്പാ. വാ. ആ വാ. എവിടം വരെ? നിന്റെ വേറെ ഡ്രസ്സില്ലേ? കാര്യമായിട്ട് ഇല്ലേ? എന്നാ വാ. നിന്റെ കൂടെ എത്ര സ്ത്രീകളുണ്ട്? കമോൺ. ദേ വരുന്നു. അടിപൊളി. നിന്നെ അല്ല. നിന്റെ വെള്ളം പോലും ഇല്ല ഇവിടുന്ന്. വാ. Looking, baby. സന്തോഷം. അമ്മ ഒരുപാട് ഫ്രണ്ടിലോട്ട് വന്നു. നമ്മുടെ ഇനി അവിടെയാണുള്ളത് കേട്ടാ. മാക്സിമം ഇവിടം വരെ ആൾക്കാരുള്ളൂ. കാരണം അവിടം വരെ എത്തുമ്പോഴേക്കും ഇവിടം വരെ 6 ഫീറ്റായി. പെട്ടെന്നായിരിക്കും ആ താഴ്ച ഉണ്ടോ? പക്ഷെ ഇതൊക്കെ നല്ല സാൻഡി ബീച്ചസ് ആണ് ഇവിടെ. സന്തോഷം. എൻ്റെ മോനോടെ ഹൈറ്റ് കൂടുതലാട്ടാ. ഹൈറ്റ് കൂടുതല. ദൈവമേ.
പവറ് തിരകളുടെ പവറ് ഒത്തില്ലട്ടാ. വരണുണ്ട് കുറച്ച് ഹൈറ്റ് ഉണ്ടോ? ഞാനിപ്പോൾ ബീച്ചിൽ നിന്നൊരു വരുന്നു വീണ്ടും വിശ്രമം തരുന്നു. കൊല്ലാമായിരുന്നില്ലേ എന്താണിയാ? എന്താലേ അടിപൊളി. സൂപ്പർ. ഇത് സൺസെറ്റ് അറ്റ് രാധാനഗർ ബീച്ച്. എന്തായോ പള്ളി എന്ത് അനൗൺസ്മെൻ്റായി. സമയം എത്രയെന്ന് അറിയില്ല, എന്നാലൊരു 5:30 കാണണം. അനൗൺസ്മെൻറ്റ് വന്ന് ഗാഡിന്ന് ഇറങ്ങിക്കോ മക്കളെ, പണി വാഴുന്നു. ബാ 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 ഇറങ്ങ ഇറങ്ങ. ബ്ലഡ് ചെല്ലിനെ കണ്ണൊക്കെ ചോല എന്ന് പറഞ്ഞ കഞ്ചാടി ചോല. അങ്ങനെ നമ്മുടെ ഒരു രാധാനഗർ ബീച്ചിലെ ഒരു ഈവനിങ് കഴിഞ്ഞു. ഇതിനെക്കാട്ടും നന്നായിട്ട് ഒന്ന് ബീച്ചിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന അധികം സ്ഥലമില്ല. കാരണം നമ്മുടെ നാട്ടിലെ ബീച്ചുകളാണെങ്കിൽ പോലും അൺഈവൺ ആണ്. ഇവിടുത്തെ പ്ലെയിൻ സർഫസാണ്. യു ക്യാൻ ഗോ സംതിങ് ലൈക്ക് 50 മീറ്റേഴ്സ്. നന്നായിട്ട് അവിടെ പോയിട്ടും നമുക്ക് മനസ്സമാധാനത്തോടെ കളിക്കാം. നമ്മുടെ ഇവിടം വരെ വെള്ളമുള്ളൂ. തിരകൾ വരുമ്പോൾ അങ്ങനെ കൊണ്ടുപോകത്തില്ല. നല്ല രസമാണ്. നീന്തൽ അറിയാത്തവർക്കും ഒരു പരിധി വരെ ചെയ്യാം. അറിഞ്ഞു കഴിഞ്ഞാൽ അത്രയും നല്ലത്. ഞാനിതിൻ്റെ വ്യൂ ഒന്ന് കാണിച്ചു തരാം. സൺസെറ്റ് കഴിഞ്ഞ സമയം, ഓക്കെ, കഴിഞ്ഞിട്ടുള്ള സമയമാണ്. ഇതുണ്ടോ കളറും ഉണ്ട്, ജാതി കളർ. എന്താ ചെയ്യുക? ഇവിടെ കാട്, അവിടെ കാട്, ഇവിടെ കാട്, ഇവിടെ പ്ലെയിൻ. നല്ല കുളിക്കാൻ പറ്റുന്ന എൻവയൺമെൻറ്റ്. ഇതിനെക്കാട്ടും നല്ലൊരു ആംബിയൻസ് കിട്ടുമെന്ന് ഡൗട്ടാണ്. ഓക്കെ, നമ്മുടെ ഇന്ത്യയാണിത്, അപാരമാണ് അല്ലേ? അപ്പോൾ ഇന്നത്തെ ഈവനിങ് കഴിഞ്ഞു. ഇനി നാളെ രാവിലെ കാണാം. പ്ലാൻ എന്താണെന്ന് പറഞ്ഞാൽ അത് നാളെ.